അതൊരു പിന്നെ വേറെ ഒരു ചിന്തയൊന്നും മനസ്സിൽ വരണ്ട. ഞങ്ങളുടെ മകൻ്റെ വിഷയത്തിലായാലും എന്ത് കാര്യത്തിലായാലും ഞങ്ങൾക്ക് കൂടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ സഭയുടെ പ്രവർത്തന രീതികളിലേക്ക് അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അല്ല ഇതെന്താ അറിയോ, ഇതിപ്പം ചിത്രം എടുത്തത് കാരണമല്ല, ഈ കുറേ ആൾക്കാർ അറിഞ്ഞ് ഇതൊരു പിന്നെ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാട് വരത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കാം. ചേട്ടൻ ആരോഗ്യം വന്നു കഴിയുമ്പോൾ പിന്നെ ഞങ്ങളെ സഹായിക്കാമല്ലോ, ഇങ്ങോട്ടും സഹായിക്കില്ല. അങ്ങനെ അവർ വലിയ ഇതൊന്നും ഒരു വലിയ തുകയായിട്ടൊന്നും അല്ല. എന്നാലും അതിലൊരു വികാരം ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് എപ്പോഴും ഏത് പാതിരാത്രി വിളിച്ചാലും ഞങ്ങളെപ്പോഴും ഉണ്ടാകും. അതിനകത്ത് ഇത് ഭംഗിയെ അണയ്ക്കുകയോ അല്ലെങ്കിൽ ഔപചാരികതയൊന്നും അല്ലത്. ഇത് മനസ്സിൽ അങ്ങനെ തോന്നാം. ചിലപ്പോൾ അങ്ങനെ ഒരു പ്രകടനങ്ങളൊന്നുമല്ല. ഒരു മറുപടി ഭാഗമായിട്ട് വന്നു. എന്തായാലും ഇതൊക്കെ നേരെയാവും. ഒന്നിനും കുറിച്ചും മനസ്സിൻ്റെ തൻ്റെയാണ് എല്ലാവരും അതിജീവിക്കുന്നത്. അത് നഷ്ടപ്പെടാതിരിക്കുക. അത് മാറി നേരെയാവും. സംശയിക്കുന്നു. നമസ്കാരം. ഞാൻ ഇപ്പോൾ ചിരട്ടപ്പുറത്തില്ലത്ത് ശ്രീ ദാമോദരൻ ഭട്ടതിരിയുടെ വീടിന് സമീപത്താണ് നിൽക്കുന്നത്. ശ്രീ ദാമോദരൻ ഭട്ടതിരി 1986 അമ്പലത്തിൽ എഴുന്നള്ളത്തിൻ്റെ ഭാഗമായിട്ട് ആനപ്പുറത്ത് കയറുകയും ആനപ്പുറത്ത് നിന്ന് ഇറങ്ങുന്ന വഴി താഴെ വീണ് അദ്ദേഹത്തിന് മാരകമായി പരിക്കേൽക്കുകയും ഉണ്ടായി. എന്നാൽ അന്ന് പിന്നെ അത്യാസന്ന നിലയിലായ ശ്രീ ഭട്ടതിരിയെ ശ്രീചിത്ര മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിക്കുകയും അത് ഒരു എമർജൻസി ഓപ്പറേഷനിലൂടെ ജീവൻ നിലനിർത്തിയെങ്കിൽ തന്നെയും ഭാവിയിൽ അദ്ദേഹം ഒരു വികലാംഗനാകുകയാണ് ഉണ്ടായത്. ഈ വികലാംഗത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിട്ടും വീണ്ടും ഈ ഓട്ടോറിക്ഷ ഓടിച്ചൊക്കെയാണ് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ 31/5/2010 അദ്ദേഹത്തിന് വീണ്ടും ഈ രോഗം മൂർച്ഛിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ശ്രീചിത്രയിൽ വീണ്ടും ഒരു ഓപ്പറേഷൻ നടത്തിയത് ഇവിടുത്തെ, അതായത് മള്ളൂശ്ശേരിക്കരയിലെ ഉപസഭാംഗങ്ങളുടെ സാമ്പത്തിക സഹായം കൊണ്ട് മാത്രമാണ്. ആ സാമ്പത്തിക സഹായം കൊണ്ട് ഈ ഓപ്പറേഷൻ നടത്തി 1 ലക്ഷത്തിൽ മേൽ ചിലവ് വന്നെങ്കിലും ഈ ഓപ്പറേഷൻ നടത്തിയെങ്കിലും ഇപ്പോൾ ചലന സ്വാതന്ത്ര്യമില്ലാതെ അദ്ദേഹം ശയ്യാവലംബിയാണ്. ഈ കൂടാതെ ഭാര്യയുമുണ്ട്, ഒരു മകനുമുണ്ട്. ഇപ്പോൾ മകന് പോളിടെക്നിക്കിൽ 1ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജീവിക്കാൻ, അതായത് നിത്യവൃത്തിക്ക് പോലും വളരെയധികം ബുദ്ധിമുട്ടുന്ന അദ്ദേഹത്തിന് സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മളത് ചെയ്തു കൊടുക്കണം. അദ്ദേഹത്തിന് വേണ്ട സാമ്പത്തിക സഹായം നൽകേണ്ടതും നമ്മുടെ ഒരു കടമയാണ്. അതിനുവേണ്ടിയാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. നമസ്കാരം. ഞാൻ കാളിദാസൻ ഭട്ടതിരി, യോഗക്ഷേമ സഭയുടെ പ്രസ്ഥാന അധ്യക്ഷനാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് യോഗക്ഷേമ സഭയുടെ കോട്ടയം ജില്ല മള്ളൂശ്ശേരി ഉപസഭയിലെ ചെറുകടൽപ്പുറത്ത് ഇല്ലത്ത് ശ്രീ ദാമോദരൻ ഭട്ടതിരിപ്പാടിൻ്റെ ഇല്ലത്താണ് നിൽക്കുന്നത്. ശ്രീ ഭട്ടതിരിപ്പാട് സഭയുടെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ അനിശ്ചിതനായിട്ട് നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം കുറച്ചു കാലം മുമ്പ് ആനപ്പുറത്ത് നിന്ന് വീണ അദ്ദേഹത്തിന് യാതൊരു കാര്യങ്ങളും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 2 കുട്ടികൾ ഇപ്പോൾ അദ്ദേഹം തന്നെ സംരക്ഷിക്കേണ്ട ഈ കുടുംബത്തിൽ അദ്ദേഹത്തിന് മകനും മകളും, മകളുടെ വിവാഹം കഴിഞ്ഞു, ഈശ്വരാധീനം കൊണ്ട് വിവാഹം കഴിഞ്ഞു. മകനാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി. ഈ സ്ഥിതിക്ക് നമ്മുടെ സമൂഹത്തിൽ അനവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, ഈ സമൂഹത്തിന് വേണ്ടി അനവധി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തെ ഓർത്തുകൊണ്ട്, അത് മാത്രമല്ല ബ്രാഹ്മണ സമൂഹത്തിന് ഇന്നത്തെ ഈ ദുരന്താവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമ്മുടെ സുമനസ്സുകളെല്ലാം വേണ്ടവണ്ണം അതിൽ സഹായിക്കണം, സഹകരിക്കണം. ഇങ്ങനെ മറ്റ് മനുഷ്യസ്നേഹികൾ കാണിക്കുന്ന തരത്തിൽ നമുക്ക് അനവധി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സഭയുടെ ഈ വിഷയം സജീവമായിട്ട് തന്നെ പരിഗണിച്ച് വേണ്ടത്ര എന്തൊക്കെ നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാമോ അതൊക്കെ ചെയ്യാനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാവണം. അത് ഇതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലൊക്കെ തന്നെ അത് എത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു
വലിയൊരു ഒരു വലിയ കർമ്മം ചെയ്തതിൻ്റെ ഫലം ഇതിൻ്റെ പിന്നാലെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മാത്രമല്ല, ഈ മനുഷ്യസ്നേഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് അനവധി കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചു നിർത്തട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.